ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നയം രൂപീകരിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. അതുകൊണ്ടാണ് BJP സർക്കാർ ഈ റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും റബ്ബറിൻ്റെ വില 300 രൂപയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ തയ്യാറാകുമെന്ന് പറയും. ഇത് ഈ ലോഹയിട്ട് അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ലോഹയിട്ട് അച്ഛൻ ഇപ്പൊ പറഞ്ഞത് കേൾക്കാം. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരമാണ് എങ്കിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരാണ് വാസ്തവത്തിൽ ഇതിനു വേണ്ട ഇവരെ എതിർക്കാൻ പോരുന്ന അണികളെ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു അഗാധമായ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന പൗരന്മാരാണ് ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരും. എല്ലാവർക്കും ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. സത്യം പറയാലോ അച്ഛോ, നിങ്ങളെപ്പോലെ ലോകയിട്ടവരാണ് ഈ BJPക്കാർക്ക് നിലവും കൊടുത്തു വളവും ഇട്ട് വളർത്തുന്നത്. അതുകൊണ്ട് അച്ഛൻ പറയണത് ആരും വലിയ കാര്യത്തിലെടുക്കൊന്നും വേണ്ട. 100 ഉറുപ്പ്യ റബ്ബറിന് വില കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്ന കാര്യമൊക്കെ ഇവരങ്ങ് മറക്കും. സംഖ്യകളുടെ ഷൂ നക്കാൻ പോകും. അതായത് PC ജോർജ് ചെയ്ത പോലെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് PC ജോർജ് പൂഞ്ഞാട്ടിൽ ജയിച്ചപ്പോ PC ജോർജിന് മുസ്ലിങ്ങളെല്ലാം ദൈവമായിരുന്നു. PC ജോർജ് ഒരു തന്തയില്ലാത്തവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മുസ്ലിങ്ങൾ ആരും വോട്ട് കൊടുത്തില്ല. PC ജോർജ് പൂഞ്ഞാട്ടിൽ തോറ്റപ്പോ PC ജോർജിന് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്.